ചില ആൾക്കാർ പറയും ആംബുലൻസ് ഓടിക്കുന്ന വലിയ കാര്യമല്ല, ആൾക്കാർ വണ്ടികൾ മാറ്റി തന്നിട്ടല്ലേ അവർ കയറി പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരെവിടെ വണ്ടി മാറ്റി തരുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇത്രയും സൈറനും ഹോണും അടിച്ചു വന്നിട്ടും ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്, വലത്ത് നിന്ന ആൾക്കാരുടെ അടുത്ത് ഇടത്ത് വെക്കുന്നവരുണ്ട്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു 80 അല്ലെങ്കിൽ 100 വരുന്നത്. മര്യാദയ്ക്ക് ബ്രേക്ക് ഓട്ടാത്ത അറിയാത്ത ഒരുത്തനാണെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടിടിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പോർട്ട് ആയിട്ടുള്ള പരിപാടി അത്. കാരണം നമ്മൾ അറ്റ് എ ടൈം ഫ്രണ്ടിലുള്ള വണ്ടി, സൈഡ് മിറേഴ്സ് നോക്കണം, ബാക്ക് മിറർ നോക്കണം, പേഷ്യൻറ്റിനെ നോക്കണം, ബൈസ്റ്റാൻഡറിനെ നോക്കണം, ഹോൺ അടിക്കണം, ഗിയർ മാറണം, ക്ലച്ച് ഓടണം, ബ്രേക്ക് ഓടണം. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ഇത്രയും വെപ്രാളത്തിൽ ഓടുമ്പോഴേ ബാക്കിലിരുന്ന് ബൈസ്റ്റാൻഡേഴ്സിന്റെ ടെൻഷൻ കൊണ്ട് അവരുടെ സംസാരവും കേൾക്കേണ്ടവരാണ്. ഒരുപാട്. ഞാൻ ഇവിടുന്ന് ഒരു കേസ്, അങ്കമാലിയിൽ നിന്ന് ഒരു കേസ് എടുത്ത് ഒരു ആക്സിഡന്റ് ആട്ടിയായിരുന്നു. അതെടുത്ത് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർ പറഞ്ഞിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ അമ്മ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, വണ്ടിക്ക് ഭയങ്കര കുലുക്കാണ്, വണ്ടി ഒന്ന് മെല്ലെ പൊക്കൂടെ, ആംബുലൻസ് മെല്ലെ പോകാൻ പറയും, ആംബുലൻസ് മെല്ലെ പോകും, പയ്യന് വേദന എടുക്കുന്നു. ഒന്ന് ആലോചിച്ചോണം, ശരീരം മൊത്തം മുറിവാ, അനങ്ങാൻ വയ്യ. അപ്പോൾ പയ്യൻ തന്നെ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ മിണ്ടായിരിക്കും, ചേട്ടൻ നേരെയാണ് പോട്ടെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ അത് ഇതിലും വേറെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്.